ചേട്ടൻ ഇവിടെ കാണുമോ? എവിടെ പോവാൻ? വല്ല ജോലിയും കൂലിയൊന്നും വേണ്ടിയതാണ്. അളിയോ ക്ലീറ്റസാ, അളിയോ ആ അളിയാ എന്തൊക്കെയുണ്ട്? ഇരിയളി അങ്ങോട്ട്. ഇല്ല ഞാൻ നിന്റെ മുമ്പിൽ ഇച്ചിരി ബഹുമാനത്തോടെ നിൽക്കാം, അതല്ലേ നല്ലത്. മര്യാദയൊക്കെ പഠിച്ചു തുടങ്ങി. ഓ ആയിക്കോട്ടെ, ജീവിക്കണം ഇച്ചിരി മര്യാദ വേണമെന്നുള്ള മനസ്സിലായി. ആ ശരി. എന്താണ് അളിയാ, ഞാൻ വന്ന കാര്യം അറിയാലോ. ഇന്ന് വൈകുന്നേരമാണ് നമ്മളെ നാട്ടിലെ പഞ്ചായത്തിലെ പൊതുപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ്. ഞാൻ അറിഞ്ഞല്ലോ. ഉണ്ടല്ലോ, അതിൽ നിന്റെ പേരും കൂടെ ഞാൻ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം നീ വെച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ അല്ലാതെ വേറെ ആരും പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാരാണ് പറഞ്ഞത്. അല്ലേ, ആരൊക്കെ പറഞ്ഞത് പറഞ്ഞോളൂ. മെയിനായിട്ട് പറഞ്ഞത് സുരേഷ് ഗോപി, പിന്നെ മന്ത്രിയുണ്ട്, MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അങ്ങനെ ആകെ നല്ല ഗംഭീര പരിപാടിയായി. എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ നല്ലൊരു പൊന്നാട വാങ്ങിച്ചിട്ടുണ്ട് നിനക്കിടാൻ വേണ്ടി. ഞാൻ സുരേഷ് ഗോപിയെ കൊണ്ട് തന്നെ നിനക്കിടിപ്പിക്കും. അയ്യോ അല്ല, അത് ബുദ്ധിമുട്ട് വരും. കാര്യം പറഞ്ഞമാര് സുരേഷ് ഗോപി എൻ്റെ മുമ്പിൽ കുനിയേണ്ടി വരും. ഭയങ്കര പൊക്കമുള്ള ആളല്ലേ. അത് കുഴപ്പമില്ല, അദ്ദേഹം കുനിഞ്ഞോളൂ. അതേപോലെ നീ ഇങ്ങനെ നിന്നാൽ മതി, അത് കുഴപ്പമില്ല. അതൊക്കെ നോക്കിക്കോളാം. അപ്പം ഞാനാണ് നടത്തുന്നുള്ളതുകൊണ്ട് അളിയൻ വരാതിരിക്കരുത്. ഫംഗ്ഷന് വരണം. ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കണം. എന്നാ പിന്നെ ഇറങ്ങട്ടാ. അല്ല, തങ്കം എവിടെ? കണ്ടില്ല. എന്നെ ക്ഷണിക്കാൻ വന്നതോ അതോ തങ്കത്തിനെ ക്ഷണിക്കാൻ വന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തോന്നളിയാ, നീ ആ 9ാം ക്ലാസ്സിൽ തന്നെ നിൽക്കുകയാണ് അളിയാ. ഒരു വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒന്നാമത് നമ്മൾ നേരത്തെ കളിച്ച് വളർന്നവരല്ലേ, ഞാൻ ഒന്ന് അന്വേഷിക്കണ്ടേ? ആ ചുമതല വേണ്ടേ? പിന്നെ അതുമല്ല, നിന്നെ വിളിക്കുമ്പോൾ അവളെയും കൂടെ ഒന്ന് വിളിക്കണ്ടേ? വേണം, അത് വേണം. പക്ഷേ എന്നാൽ ഞാനോ തങ്കമോ അങ്ങോട്ട് വരുന്നില്ല. ഈ നിമിഷം വരെ ഞാൻ വരണമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. നീ വന്ന് ക്ഷണിച്ചില്ലേ, ഇപ്പം ഇതിനകത്ത് കുറേ ഗൂഢാലോചനയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തായാലും ക്ലീറ്റസിനെ നീ ആ പരിപാടിക്ക് പ്രതീക്ഷിക്കണ്ട, ഞാൻ വരണില്ല കേട്ടോ. കൂടാനാളിയാ? എടാ നീ കളിച്ചതിനേക്കാളും കുറേ രാഷ്ട്രീയം കൂടുതൽ കളിച്ച ആളാണ് ഞാൻ കേട്ടോ. എന്നെപ്പോലെ ഒരു കളഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ പൂച്ചാളി നമ്പർ നീ ചെല്ലി പോ ഡേ വിളിച്ചോട്ട് പോ. എന്തായിരുന്നാലും ഞാൻ ഇറങ്ങുന്നു. പറ്റുമെങ്കിൽ നീയും തങ്കവും കൂടെ വാ കേട്ടാ. പറ്റുമെങ്കിൽ അല്ല, ഞങ്ങൾക്ക് പറ്റൂല. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ കൊണ്ട് പൊന്നാട് ഇടിയിപ്പിക്കും കേട്ടാ. ഞാൻ ആ സമയം സുരേഷ് ഗോപിയുടെ ഒരു സിനിമ എടുത്ത് ഇവിടെ കണ്ട് ഞാൻ ഞങ്ങൾ ചിരിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളാം. ചെല്ല്. കഷ്ടപ്പാടാ, 9 നിന്ന് 5 ഇറങ്ങി 5 വയസ്സിന് ബുദ്ധിയായി. സുരേഷ് ഗോപി നേരിട്ട് കണ്ട് സംസാരിപ്പിക്കാം. പൊന്നാട് ഇടാന്ന് പറയുമ്പോ CD ആയിട്ട് കാണുന്നു. ആയിക്കോട്ടെ, ശരിയല്ലേ? സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കാണാത്തൊന്നും അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഇതുപോലുള്ള ഒരു ആദരിക്കൽ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട കേട്ടോ. അളിയാ, ഈ പഞ്ചായത്തിലെ മെമ്പർ എന്ന നിലയിൽ നല്ല കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾ എല്ലാവരും അറിയിക്കണ്ടേ? അത് വേണ്ടേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞോളാം. അതുകൊണ്ടല്ലേ വന്നത്, നേരെ അറിയാത്തോണ്ടല്ലേ വരുന്നത്. അല്ല, നീ അത് അങ്ങനെ വന്ന് ക്ഷണിക്കണമെന്നും ഒരു നിർബന്ധമില്ല ഇവിടെ. എനിക്ക് ഇവിടെ എന്നല്ലടാ, എല്ലാ വീട്ടിലും എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവരെന്നെ വോട്ടെടുത്ത് തെരഞ്ഞെടുത്തതാണ്. ഉണ്ട്. അത് മനസ്സിലാക്കി. ആ സ്വാതന്ത്ര്യം നീ ഇല്ലാതാക്കരുത് കേട്ടാ. അതങ്ങനെ ഇല്ലാതാക്കുന്നത്? ചെല്ല് പോ ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം തങ്കത്തിനെ വിളിച്ചോണ്ട് വാ കേട്ടാ. തങ്കത്തിനെ കൊണ്ട് തന്നെ വരണോ? ഞാൻ തങ്കത്തിനെ മാത്രം അങ്ങോട്ട് അയച്ചാലോ? എന്താ കഷ്ടമാളിയാ. ചെല്ല് ഇറങ്ങിപ്പോ. എൻ്റെ അടുത്താണ് അവൻ്റെ കളി. എന്നെ ആദരിക്കാൻ വേണ്ടി ഞാനൊക്കെ കണ്ട രാഷ്ട്രീയത്തിൻ്റെ പകുതി പോലും കണ്ടിട്ടില്ല. അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അമ്മയ്ക്ക്. രാജ, ഇന്നത്തെ പരിപാടിയിൽ എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ഉണ്ടല്ലോ, അമ്പളിക്കുട്ടൻ്റെ ചീട്ട് കീറണമല്ലോ. ഞാൻ പോകൂല എന്നാവും വിചാരിച്ചു വെച്ചേക്കണേ. എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയും വന്ന് ഈശ്വര പ്രാർത്ഥനയും കഴിയുമ്പോ ഞാനങ്ങോട്ട് ഞെട്ടിച്ചുകൊണ്ട് കയറി സ്റ്റേജിലോട്ട് ചെല്ലുക. അപ്പൊ തന്നെ അമ്പളിക്കുട്ടനെ മുട്ടിടിക്കും. പിന്നെ അത് കഴിഞ്ഞ് എന്റെ പ്രസംഗം കൂടെ ആവുമ്പോ ഏതാണ്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. അവൻ എന്നെ ക്ഷണിക്കാൻ വന്നേക്കുന്നു രാവിലെ. പിന്നെ ഞാൻ ഒരു 50 ബംഗാളികളെ ഏർപ്പാടാക്കിയ കാര്യം ബാബുക്കുട്ടൻ നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അവരെ കൃത്യസമയത്ത് അവിടെ എത്തിക്കണം. എത്തിച്ചാൽ പോരാ, അവരെല്ലാം കൂടെ ഒരിടത്ത് കൂടിയിരിക്കരുത്. ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ പല ഭാഗത്തായിട്ട് അവരെ ഇരുത്തണം. ഇരുത്തിയിട്ട് ഞാൻ പ്രസംഗിക്കുമ്പോ കൈയടിപ്പിച്ചോണം. പിന്നെ അമ്പളിക്കുട്ടൻ വാ തുറന്ന കൂവിച്ചോളം. അമ്പളിക്കുട്ടൻ ഒരു ഫോട്ടോ എല്ലാവരെയും ഒന്ന് കാണിച്ച്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊടുത്തേക്കണം അവരുടെ കയ്യിൽ. അവനെ വാ തുറക്കാൻ സമ്മതിക്കരുത്. ആ രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇവന്മാരെ എല്ലാം വേഷം മുണ്ടും ഷർട്ടും ആയിരിക്കണം. മറ്റേ പാൻറ്റൊക്കെ ഇട്ട് മറ്റേ സാധനം ഒന്നും ചവച്ചോണ്ട് വരലെന്ന് പറയണം കേട്ടോ. എല്ലാവർക്കും വേണമെങ്കിൽ ഓരോ ചന്ദനക്കുറി കൊടുത്തോ. എല്ലാവർക്കും വേണ്ട, കുറച്ച് പേർക്ക് കൊടുത്തോ.
കണ്ട മലയാളിയാണെന്ന് തോന്നിക്കണം. അപ്പോൾ അങ്ങനെ ഇവന്മാരെ കൊണ്ടുവരണം. പിന്നെ ഇവന്മാർ വന്ന് കുറേ സമയം ഇരുന്ന് കഷ്ടപ്പെടാനുള്ളതല്ലേ, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കണമല്ലോ. കൊടുക്കണം. എന്ത് കൊടുക്കും? പൊറോട്ടയും ബീഫും കൊടുത്താലോ? എന്നാലും അമ്മമാരെ വയറ് കേടാക്കാൻ ആവശ്യം അതൊന്നും വേണ്ട. അമ്മമാർക്ക് നമുക്ക് പിന്നെ ചപ്പാത്തിയും കിഴങ്ങ് കറിയും നമ്മളെ ജയിലിൻ്റെ അവിടെ ഉണ്ടല്ലോ. ചിക്കൻ കറി ഇത് ചുമ്മാ ഇരടെ ചിക്കനൊന്നും അമ്മമാർക്ക് ഇഷ്ടമല്ല. അവരൊക്കെ ദിവസം പണിക്ക് പോണവരാണ്. ഈ ചപ്പാത്തിയും കിഴങ്ങ് കറിയും ആകുമ്പോൾ അമ്മമാർ വയറുമായിട്ട് ഡൈജസ്റ്റ് ആയി. അവരെന്നും അതാ കഴിക്കണത്. അതാകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് കുറച്ച് 50 പാക്കറ്റ് അത് മേടിച്ച് കൊടുക്കണം. അതിനൊക്കെ കൊടുക്കാനുള്ള പൈസ അഡ്വാൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോൾ ഒരു 500 രൂപയുണ്ട്. മതി, അത് മതി. ബാക്കി നീ അവിടെ വാങ്ങുമ്പോൾ എല്ലാം സെറ്റിൽ ചെയ്താൽ മതി. പിന്നെ നിനക്ക് വലിയൊരു ഗുണം ഉണ്ടാവും പോയാണ്. പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ ഒരു ചവിട്ടുപടിയാണ് ഇന്നത്തെ പരിപാടി. സുരേഷ് ഗോപിക്ക് കേന്ദ്രമായിട്ട് നല്ല പിടിയല്ലേ? നിന്നെ ഞാൻ സുരേഷ് ഗോപിക്ക് പരിചയപ്പെടുത്തി സുരേഷ് ഗോപിയുടെ കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ സുരേഷ് ഗോപി എന്ത് ചെയ്യും? ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണിക്കും. അപ്പൊ പ്രധാനമന്ത്രി ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെടണേ നിന്നെ അങ്ങ് വിളിക്കും കേട്ടാ. അപ്പൊ പ്രധാനമന്ത്രി അടുത്തെത്താൻ പറ്റിയില്ലേ? അടുത്ത ചവിട്ടുപടി നീ പ്രധാനമന്ത്രിയാവും. സന്തോഷമായല്ലോ? എന്നാ ഒരു കാര്യം ചെയ്യും, നീ വിട്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും കേട്ടാ. പോ. കുറെ സമയമായി. ഒന്നുമില്ല, വെറുതെ എന്തായാ അയൽക്കൂട്ടമൊക്കെ. എന്തൊരു ചൂടായിട്ട് വന്ന വഴിക്ക് രക്ഷയില്ല. അതെ, എന്റെ വെള്ള ഷർട്ട് എടുത്തു കേട്ടാ. എവിടെ പോണ്? എവിടെ പോണം? ഇന്ന് ഞായറാഴ്ച അല്ലേ? ഒരു പൊതുപ്രവർത്തകൻ എന്തോന്ന് ഞായറാഴ്ച ശനിയാഴ്ച? നമുക്ക് എല്ലാ ദിവസവും പ്രവൃത്തി ദിവസമാണ്. അത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്, ക്ലീറ്റോനെ സംബന്ധിച്ച് ഇതെല്ലാം ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, വീട്ടിലിരുന്നാ മതി. ഇന്ന് വലിയൊരു ചടങ്ങ് നടക്കുന്ന ദിവസാ. എന്ത് ചടങ്ങ്? സുരേഷ് ഗോപി എന്നെ ആദരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സിനിമാ നടൻ സുരേഷ് ഗോപി ഇല്ലേ? പുള്ളി എന്നെ ഇന്ന് ആദരിക്കുന്നുണ്ട്. പൊന്നാടെ കാണിച്ചു. അതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ ആരാദരിക്കണ്ടെന്ന്? പഞ്ചായത്തിലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കൂടെ ക്ലീറ്റോനെ ആദരിക്കുന്നു. ആയാലും എനിക്ക് സുരേഷ് ഗോപി ഇത് ചെയ്യണേ. പക്ഷെ ക്ലീറ്റോ പോണില്ലല്ലോ. ഞാൻ പോണില്ല. നിന്റെ ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞ്, എന്നോട് അമ്പിളിക്കുട്ടച്ചേട്ടൻ പറഞ്ഞു. ഞങ്ങളിപ്പോ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. ഓഹോ, അപ്പൊ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ? എന്നാലേ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത് തന്നെയാണ് മനഃപൂർവ്വം. എന്തിന്? അതിൽ കാര്യമുണ്ട്. എടി, അവൻ ഉദ്ദേശം എന്താ പറയുക? അവൻ ഇവിടെ വന്ന് എന്നെ ഇന്ന് ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവൻ എന്നെ കരിവാരി തേക്കാനായിരുന്നു അവൻ്റെ പരിപാടി. ഞാനേ അവനെക്കാളും കുറേ കൂടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാ. കറതീർന്ന രാഷ്ട്രീയക്കാരൻ. എനിക്കറിയാമല്ലേ അതിൻ്റെ രീതി. ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഫംഗ്ഷനിൽ എല്ലാം തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ അവിടെ കയറി ചെല്ലും. അപ്പോൾ ഈ അമ്പിളിക്കുട്ടൻ്റെ മുട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ ഇടി തുടങ്ങും എന്നെ കാണുമ്പോൾ. ക്ലീറ്റോയുടെ പ്രസംഗത്തിലൂടെ ഇന്ന് അവനോട് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ അവന് പറഞ്ഞ് അവൻ്റെ നാക്കെടുക്കാനൊക്കെ എൻ്റെ മുമ്പിൽ അവൻ മുട്ടുകുനിക്കും. നീ നോക്കിയോ? അവൻ ഇന്നത്തോടെ ജനങ്ങൾ അറിയും അവൻ്റെ രീതി, അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. എന്നിട്ട് ഇവിടുന്ന് നാട് വിടും. അതെ, അമ്പിളിക്കുട്ടൻ ചേട്ടൻ. പിന്നെ ക്ലീറ്റോ തന്നെ രാജാവ്. സംശയമുണ്ടോ? പൊന്നോ, പിന്നെ ഷർട്ട് എടുത്ത് വയ്ക്ക്. ആദ്യം ഞാൻ ഉടുപ്പൊക്കെ മാറിയിട്ട് എനിക്ക് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം. എടുത്തില്ലേ? എടുക്കട്ടെ. ഞാൻ തേച്ചോളാം. അങ്ങനെ എടുക്ക്. പ്രത്യേകത ഇന്ന് ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉണ്ട്. എടുക്ക്. ഞാനല്ലേ തേച്ച് തരാറ് മാറി. തങ്ക, ഇന്ന് ഞാൻ തേച്ചോളാം. എന്താ കാര്യം? പിന്നെ അതങ്ങ് എടുത്തോണ്ട് പോകാൻ പാടില്ലേ? പൊന്നാടെ കാണിക്കുമ്പോ നമ്മളെ ആ ഒരു ഗമയ്ക്കൊരു കുറവും വരാൻ പാടില്ല. ഇതിവിടെ അല്ലേ വെക്കണത്? ഇത്ര നാളായിട്ട് അറിഞ്ഞൂടെ? കളിയല്ല കിളിവാലൻ വെട്ടിയിലല്ലോ ചോപ്പിക്കണം. ഇച്ചിരി വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ എടുക്കണം. അതുപോലെ ഗ്ലാസ് പാത്രത്തിലെടുക്ക്. അമ്മ ഒരു വെള്ളം എത്ര എടുത്തേ? എടി, ഒരു വെള്ളം നീ ഇനി അറിഞ്ഞൂടാ. എന്താണിത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തുണി കഴി അവിടെ ഇവിടെ കൊണ്ടിടരുതെന്ന്. ഇതെന്തോ കളറ്? കളറല്ല ക്ലീറ്റോ, കളറല്ല, കാക്ക ഇരുന്നത്. എന്തിനാ അതിന് ചൂടാവണ ക്ലീറ്റോ? എടി, ചെയ്യണ കാര്യങ്ങൾ കുറച്ച് ഉത്തരവാദിത്തമായിട്ട് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. അതിന് കാക്കയല്ലേ വന്നിരുന്നത്, ഞാനല്ലല്ലോ. നീ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇടും കഴുകി.
തുണി കഴിയാ കൃത്യമായിട്ട് ഒരു ഹാങ്കറിലിട്ട് ഇടണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ കൊണ്ട് കണക്കണ എവിടെയെങ്കിലും കളഞ്ഞോളൂ. അങ്ങനെ ചിരിക്കല്ലേ നീ ചിരിക്കല്ലേ കേട്ടാ. പക്ഷെ ഭ്രാന്തെടുത്തേക്കാണ് ഞാൻ എങ്ങനെ ഇട്ടോണ്ട് കൂടി ഫംഗ്ഷന്. ക്ലീറ്റ് ഒന്ന് നോക്കിയേ. ഇപ്പൊ ഇതറിയണ്ടോ? വല്ല കുഴപ്പം? തമാശ കളിക്കരുത് നീ, തമാശ കളിക്കരുത്. ഇന്നത്തെ ഫംഗ്ഷന്റെ ഇതറിയാമോ നിനക്ക്? ആരൊക്കെ പറഞ്ഞ പരിപാടിയാണ് ഇത്? കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണൂല. എടി നിനക്കറിയാമോ, ഒരു പൊതുപ്രവർത്തകൻ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ അടിമുടി ആദ്യം നോക്കും. അവന്റെ ആ കെട്ടും മട്ടും അതിലാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. ആനയോ കഴുകി തരണം. 5 മണിക്കല്ലേ നിങ്ങളുടെ പരിപാടി? അതുകൊണ്ട് 5 മണിക്കായോണ്ട് എങ്ങനെയെങ്കിലും തോന്നുമ്പോൾ എടുത്തി ആടി അങ്ങ് ഒരുങ്ങി പോയാൽ നിനക്കത് പറ്റുമായിരിക്കും. നീ മറ്റേ അയൽക്കൂട്ടത്തിന് പോകുമ്പോൾ ഭാര്യ പോണ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അതുപോലെ പോവാക്കൂല. എനിക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു മുന്നൊരുക്കം വേണം. എല്ലാം തയ്യാറാക്കി തേച്ച് മിനിക്ക് നേരത്തെ തന്നെ റെസ്റ്റ് എടുത്ത് ഇരുന്നിട്ട് വേണം പോവാൻ. അവിടെ പോയി 2 വാക്ക് പ്രസംഗിക്കാനുള്ള ആളാ ഞാൻ. ആദ്യം ശ്വാസം വിട്. ഇവിടെ റെസ്റ്റ് എനിക്ക് ഭ്രാന്ത് കയറി നിൽക്കാണ് കേട്ടാ. ഇതിപ്പോ പറയണ കേട്ടാത്തോന്ന് ഞാൻ എന്ത് ചെളിയിലിട്ട് കുത്തി കലക്കിയ പോലെ തമാശ കളിക്കുന്നു. മറ്റേ എടുത്തോളൂ. അത് കഴുകാനിട്ടേക്കല്ലേ? അത് കഴുകിയില്ലേ ഇതുവരെ? ഞാൻ മെനഞ്ഞാന്ന് മാറ്റിയിട്ട സാധനം നിനക്ക് ഇതുവരെ കഴുകാൻ സമയം കിട്ടില്ല അല്ലേടി? വേറെ ഷർട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉള്ളത് കണ്ടില്ല ഇങ്ങനെയല്ലേ ആക്കി വെച്ചേക്കണേ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിയൂല തങ്കം. എന്നെ ഒരു നീ കഴുകണ്ട. ഒരു കാര്യം ചെയ്യുമ്പോഴേ കുറച്ച് കൃത്യത വേണം, അതിന്റെ ഉത്തരവാദിത്തം വേണം. എങ്ങനെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി അങ്ങ് നടക്കല്ലേ? നിക്കണ കോലം കണ്ടില്ലേ? കുളിയില്ല നനയില്ല. നിനക്കതുപോലെയൊക്കെ നടക്കാം, എനിക്കതുപോലെ നടക്കാൻ പറ്റൂല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ കഴുകി തരാം. നീ കഴുകണ്ട, കഴുകിയെടുത്തോളം മതി. ഇനി ഞാൻ എൻ്റെ തുണിയൊക്കെ കഴുകിക്കോളാം. മേലാൽ എൻ്റെ തുണി എടുക്കരുത് കഴുകാനായിട്ട്. എങ്ങനെ കഴുകണം ഞാൻ കാണിച്ചു തരാം. ഇത് കഴുകിയിട്ട് ഉള്ള ആൾക്കാരെ കൊണ്ട് പറയിക്കാനായിട്ട് പറയണം. ആ പാത്രം അവിടെ എവിടുത്തെ? എന്റെ പൊന്നോ, അവിടെ സോപ്പ് പൊടി ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ടല്ലോ. ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കണ്ടു. പിന്നെ എന്തിനാ ചോദിച്ചാ കാണാത്തോണ്ട് വാതളകിരിക്കുക എന്തേലും ചെയ്യുന്നത്. ഒരു കാര്യം ഉത്തരവാദിത്തമായിട്ടോ കൃത്യമായിട്ടോ ചെയ്യാറുണ്ട്. ഇവിടെ കുറെ എണ്ണത്തിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അവരോട് പറയാൻ നമ്മൾ ചെയ്യാനുള്ള നമ്മൾ തന്നെ ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. അതെ ഇപ്പം കഴുകാൻ പറ്റില്ല, ഞാൻ കഴിഞ്ഞിട്ട് കഴുകാം. അതിനാര് കഴുകുന്നു? നിങ്ങളാ കഴുകണത്. എന്തായാലും കഴുകല്ലേ, എൻ്റെ അല്ല കൊച്ചിൻ്റെ മാത്രമേ ഉള്ളൂ. എന്നാ മടി. എനിക്കൊരു സംശയമുണ്ട്. അവൾ ഈ ഷർട്ടിൽ അഴുക്കാക്കിയത് എല്ലാം എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ വേണ്ടിയായിരിക്കും. അഹങ്കാരി. ഇതക്കളി ഈ ഡ്രസ്സെല്ലാം നീ ഒറ്റ ദിവസം കൊണ്ടിട്ടതാണോ? ഓ അപ്പൊ ഞാൻ ഉദ്ദേശിച്ച തന്നെ എന്താ? ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് ഡാഡിയുടെ ഷർട്ട്? സൂപ്പർ, നല്ല വെളുത്തു. ഡാഡിയുടെ ഷർട്ടേ ഇതിനു മുമ്പ് ഇത്രയും വെളുത്ത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്താണ് കാരണം? അത് കഴുകുന്നവരുടെ മനസ്സിൽ കറയുണ്ട്, കറുത്ത കറ. അങ്ങനെയുള്ള മനസ്സിൽ വെച്ചോണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വെളുക്കൂല മക്കളെ. അതങ്ങനെയാണ്. നല്ല മനസ്സോട് കൃത്യതയോടെയും കൂടി അർപ്പണബോധത്തോടു കൂടി ചെയ്താൽ ഇതുപോലെയൊക്കെ ആവും. ചെയ്യൂല ചെയ്യാം. അതെങ്ങനെ? അതിൻ്റെ മനസ്സ് നല്ലതായിരിക്കണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ? നല്ല ഭംഗി. ഐശ്വര്യം വിളിച്ച് കാണിച്ചു വിട് പലരും ഇതൊക്കെ. വേണേ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്. ഇഷ്ടപ്പെട്ടില്ല അവർക്ക്. ആ ബക്കറ്റോട് എടുക്കണ്ടോ? എന്തെങ്കിലും ചെയ്. അവളെ വിചാരം നമുക്ക് തുണി കഴിവ് അറിഞ്ഞുവിടന്നു. കഴിഞ്ഞില്ലേ ഡാഡി? മക്കളെ ചെയ്യണ ജോലി ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് ചെയ്യണം, അല്ലാതെ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ചിട്ട് കാര്യമില്ല. അത് ശരി, പക്ഷെ പോവണ്ടേ? അതെനിക്കറിയാം. ആ സമയമൊക്കെ ആ കൃത്യത എനിക്കുണ്ട്. എത്ര മണിക്ക് അവിടെ പോകേണ്ടെന്നുള്ള എല്ലാം ഡാഡിയുടെ മനസ്സിലുണ്ട്. എൻ്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യണം, ഡാഡിയെ ചില കാര്യങ്ങളിൽ മാതൃകയാക്കണം.
നാളെ നീയേ വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടവളാ. നാളെ അല്ലടി ഇന്ന്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഡാഡി എന്തൊക്കെയാണ് ചെയ്യണത്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഡാഡി എന്ത് കൃത്യതയോടെയാണ് ചെയ്യണത് എന്നൊക്കെയുള്ളത് എൻ്റെ പൊന്നുമോളൊന്ന് നോക്കി വെക്കണം. വെച്ചാൽ ഭാവിയിൽ ഗുണമുണ്ടാവും. ചെന്ന് കയറുന്ന വീട്ടിലെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും കൃത്യതയോടും കൂടി ചെയ്യണം. അവിടെ ഉള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ്, നമ്മളെ കെട്ടിയവൻ്റെ അവൻ രാവിലെ കുടുംബം പോറ്റാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവന് വേണ്ട ഒരുക്കങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടയും മട്ടിയൊക്കെ എടുത്ത് പുല്ല് പറിക്കാൻ വെളയിൽ പോയി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് കൃത്യതയും ഉത്തരവാദിത്വവും വേണം. എങ്ങനെയുണ്ട് ഡാഡിയുടെ ഷർട്ട്? സൂപ്പർ. ഇന്നേ വരെ ഇങ്ങനെ ഇത്രയും വൃത്തിയായി മോള് കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇത്ര വെളുപ്പിച്ച? അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയും അർപ്പണ ബോധവും കൃത്യതയും വേണം. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഇതിനേക്കാളും ഭംഗിയാവും. നന്നായിട്ടില്ലേ? കണ്ടോ കണ്ടോ? നീ നോക്കി കാണ്, നല്ല പോലെ കണ്ടോ കൺകുളിർക്ക. അതാണ് അങ്ങോട്ട് കിടക്ക്. ഇനി ഇത് എന്റെ പുറത്തോട്ടൊന്ന് കയറുമ്പോ കൈയോട്ട് തുടരുത്. അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെ. ഒരു ചായ വേണമായിരുന്നു, അതെങ്കിലും കൃത്യതയോടെ എടുത്ത് തരുമെന്തോ. അത്രയ്ക്കാണ് അതവിടെ വയ്ക്ക്, കൈ മുറിക്കല്ലേ. ചായ നല്ലപോലെ എടുക്കാൻ പറ. ഞാൻ സഹായിക്കണോ അമ്മ? ഓ വേണ്ട മോനെ, അമ്മയ്ക്ക് കൃത്യത കുറവാണ്. പ്ലീറ്റോ പ്ലീറ്റോ ചായ വെച്ചേക്കണേ. വെള്ളം മുഷിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അതിന് വേണ്ടി തരും കേട്ടോ. എന്താ വെച്ചാ എന്തെങ്കിലും ചത്ത് കഴിഞ്ഞടുപ്പുണ്ടോ അവിടെ? എന്താന്ന് ഞാൻ ചായ കുടിച്ചിട്ട് പോവാൻ നോക്ക്. ഇനിയിപ്പോ കൃത്യത പറഞ്ഞു ഇനി കൃത്യസമയത്ത് പോകാൻ പറ്റാതിരിക്കണ്ട. എടുക്കുന്നത്ര ആലോചിക്കാൻ. എനിക്ക് തൊണ്ട വയ്യടാ, എന്റെ ഒച്ചടഞ്ഞേ. ഞാൻ വരൂല. ബംഗാളികളെടുത്ത് പൊക്കോളാൻ പറ. അടുത്ത ഫംഗ്ഷൻ വിളിക്കാതെ പറ. ഈ ഫോൺ വെച്ച് എനിക്ക് സംസാരിക്കാൻ വയ്യ, എന്റെ ഒച്ച അടഞ്ഞിരിക്കുകയാണ്. വെച്ചേരെ. കുറച്ചും കൂടി ഇരിപ്പുണ്ടല്ലോ മുഖത്ത്, അതൊക്കെ പഠിച്ചോളഞ്ഞാലോ. അല്ലെങ്കിൽ നമ്മുടെ കൃത്യത ഷർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഡാഡി കൃത്യത. ഡാഡി കണ്ട് എന്നെ പഠിക്കണം കേട്ടോ. സുരേഷ് ബാബു ഇന്ന് എന്ത് ചെയ്യാവോ? തിരിച്ചു പോകും. ഇല്ലല്ലോ, പാവം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും നടക്കൂല.